ഈ സോങ്ങിനിടയ്ക്ക് ഇവർ ഓടിച്ചുകൊണ്ടോണ ഈ വണ്ടിയിലെ എണ്ണ തീർന്ന് ഇവർ വഴിയിലാവുകയാണ്. അത് അവിടെ ആളും താമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇവർ പെടുന്നത്. അപ്പോൾ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ. എന്ത് പറ്റി? എണ്ണ തീർന്നാണ് തോന്നുന്നത്. വലിച്ച് മുത്തുപ്പാണ്ടി എണ്ണ പറക്കുന്നുണ്ട്. അങ്ങനെ കൈ കെട്ടി നമ്മളെ രണ്ടെണ്ണത്തിന് അങ്ങേരുന്ന് ഒരുക്കും. ചുമ്മാ തിരിയടായി പേടിപ്പിക്കാനായിട്ട്. ഞാൻ അടുത്തിവിടെ അങ്ങനെ പമ്പുണ്ടെന്ന് അടുത്തന്നെ ചോദിച്ചു നോക്കട്ടെ. ഒരുത്തം വരുന്നുണ്ടേ, ചോദിക്കട്ടെ. നീ അവിടെ താന്നില്ല, നിന്നെ കാണണ്ട. ചേട്ടാ ഇവിടെ അടുത്ത് അങ്ങനെ പമ്പ് വല്ലതും ഉണ്ടാ? ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരാളെ കടിച്ച് ആൾ മരിച്ചില്ല, രക്ഷപ്പെട്ട്. എന്തോന്ന്? പാമ്പല്ല, പമ്പ്, പെട്രോൾ പമ്പ്. ഓ അതാ, അതുകൊണ്ട്. ഇവിടെ അടുത്തെങ്ങാനാണോ? ഒരു 10 കിലോമീറ്റർ അപ്പുറം. അത് ശരി, നിങ്ങളെ പറച്ചിലേട്ടപ്പോൾ ഞാൻ ഇവിടെ അടുത്തെങ്ങാണ്ടാണോ? അതിപ്പോൾ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ശരി ചേട്ടാ, ഓക്കെ. ഇവിടെ അടുത്ത് പമ്പൊന്നുമില്ല. ഉള്ളത് പറഞ്ഞാൽ 10 കിലോമീറ്റർ ദൂരെയാണെന്ന്. ബസ് പോലും ഇല്ലെന്ന് തോന്നി റൂട്ടിൽ. പട്ടിക്കാട് ഏരിയയാണ് ഇത്. നിങ്ങളുടെ സ്ഥലമല്ലേടാ ഈ? ഇവിടെ ആരും ഇല്ലേ? ഇതൊന്നും എൻ്റെ സ്ഥലമൊന്നുമല്ല. എൻ്റെ സ്ഥലത്ത് വെച്ചാൽ നീ മുത്തുപ്പാണ്ടി എണ്ണ ചവിട്ടിയെടുത്ത് ഓടെ കളഞ്ഞത്. അവിടെ നിന്ന് 150 കിലോമീറ്റർ ദൂരമെങ്കിലും ഉണ്ട് ഇവിടം വരാം. ഇനിയിപ്പോൾ ഒറ്റ പരിപാടികളിൽ അല്ലാതെ രക്ഷയില്ല. അങ്ങേരെ തന്നെ വിളിച്ച് വരുത്താം. ആരാ? മുത്തുപ്പാണ്ടി എണ്ണന്. അങ്ങേരോട് കുറച്ച് പെട്രോൾ വാങ്ങിച്ചോണ്ട് ഞാൻ പറയാം. ബെസ്റ്റ്. എന്നാൽ വീട്ടിൽ വിളിച്ചു തരാം. ഒരു നീല ടാർപ്പയും വലിച്ചു കെട്ടി ഒരു 50 കസേരയും പറക്കി നിരത്തി ഇടാൻ. ഇതിപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്താനാണെങ്കിൽ തന്നെ നമ്പർ വേണ്ടേ? അതങ്ങനെ ഒപ്പിക്കും. 9633821517. വാട്സാപ്പ് നമ്പർ ഇതല്ല, അത് 95000037. FBയിലെ പേര് മുത്തുപാണ്ടീസ്. ഇൻസ്റ്റാഡി ബനാന ട്രീ മുത്തൂസ് 1673. അത് ശരി. ഹലോ, മുത്തുപാണ്ടി അണ്ണല്ലേ? ഞാൻ വേലുവാണ്. ഇപ്പം നിങ്ങളെ തങ്കത്തെ തട്ടിക്കൊണ്ടുപോയ പിടിച്ചുകൊണ്ട് പോയത് ഞാനാ. പറടാ, നിങ്ങളെവിടെ എത്തി? ഞങ്ങൾ കാപ്പുടിക്കാൻ കയറിയാ? രാവിലെ തൊട്ട് നിൻ്റെ പുറകെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? ഞങ്ങൾക്ക് എന്താ വിശപ്പും താവുമൊന്നുമില്ലേ? നിങ്ങൾ ഇറങ്ങിയോ അവിടെ നിന്ന്? ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, കാപ്പുടി അടക്കുന്നേ ഉള്ളു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 4 പൊറോട്ടയും ഒരു ഹാഫ് ചിക്കൻ കറിയും പാഴ്സൽ വാങ്ങിക്കണേ. ഇന്നില്ലേ ധനലക്ഷ്മി, നിനക്കെന്താണോ? 3 ഇടിയപ്പം ഒരു ഡബിൾ ഓംലെറ്റ് 1 സൈഡ്. ഒരു 3 ഇടിയപ്പം ഒരു ഡബിൾ ഓംലെറ്റ് 1 സൈഡേ. കറി എന്താണോ? അത് ഇച്ചിരി സാമ്പാർ മതി. കുറച്ച് സാമ്പാർ മതിയെന്ന്. ഓക്കെ. അല്ല, ഇപ്പോൾ എന്തോത്തിന് അങ്ങനെ വിളിച്ചത്? കാപ്പിയുടെ കാര്യം പറയാനാണോ പെട്രോളിൻ്റെ കാര്യം പറയാനാണോ? അത് ശരിയാണല്ലേ, വിശപ്പായതുകൊണ്ട് വിളിച്ച കാര്യം മറന്നുപോയി. വരുന്ന വഴി ഒരു 50 രൂപയുടെ എണ്ണയുടെ വാങ്ങിച്ചോണ്ടിരുമോ? അതേടാ, ഞാനങ്ങോട്ട് വരുവാ. എണ്ണയും കൊണ്ട് തന്നെ വരുന്നത്, നിന്നെ പൊരിച്ചെടുക്കാൻ. നിങ്ങളെ വണ്ടി എണ്ണ തീർന്ന് വഴി കിടക്കുകയാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ എടുത്തോണ്ട് ഓടും. എല്ലാവർക്കും കൂടെ അവസാനം എൻ്റെ ഇറക്കണം ഓടാം. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് എണ്ണ വാങ്ങിച്ചോണ്ട് വാ. അതിന് പറ്റുമെങ്കിൽ വാ. വരുവാടാ. ഇതിനൊക്കെ ശേഷമുള്ള രംഗമാണ് താണ്ടിയത്.